സ്ഥിരീകരിച്ചു. ഇപ്പോഴും എല്ലായ്പ്പോഴും സ്ഥിരീകരിക്കട്ടെ. ഞാൻ ഗൗരി വർമ്മ. ഫാദർ കൊട്ടേക്കട്ടച്ചന്റെ മരണവും ആനി അലക്സിന്റെ തിരോധാനവും അന്വേഷിക്കാൻ വന്ന സ്പെഷ്യൽ ഓഫീസർ. എന്താ വേണ്ടത്? നമുക്കൊരൽപ്പം നടന്നാലോ ഫാദർ? തീർച്ചയായും. കൊട്ടക്കാട്ടത്തിന്റെ ഗന്ധമാണ് ഇവിടെ ഓരോ മുക്കിലും മൂലയിലും. 5-10 വർഷം അച്ഛൻ ഈ ഇടവകയിൽ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ സംഭവിക്കുന്നതല്ല. അരമനയിൽ നിന്ന് തിരുമേനി പ്രത്യേക താല്പര്യം എടുത്തതുകൊണ്ടാ അച്ഛന് മാത്രം അങ്ങനൊരു കൺസിഡറേഷൻ കിട്ടിയത്. ഈ നാട്ടുകാർക്കൊക്കെ അച്ഛന് അത്രയ്ക്ക് ജീവനായിരുന്നു. പക്ഷെ ഈ നാട് തന്നെ അച്ഛന്റെ ജീവനം എടുത്തോളൂ. കൊട്ടക്കാട്ടച്ഛന്റെ മോഹമായിരുന്നു ഈ പള്ളിപ്പറമ്പിൽ തന്നെ ഉറങ്ങണമെന്ന്. പരിചയക്കാർക്കും വേണ്ടപ്പെട്ടവർക്കും ഒപ്പം. അതിനും ഉണ്ടായിരുന്നു നിയമതടസ്സങ്ങൾ. അച്ഛന്റെ സ്വദേശം തുമ്പമണ്ണാണല്ലോ. പിന്നെ കൊട്ടക്കാട്ടച്ഛന്റെ കാര്യമായതുകൊണ്ട് ആരും അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. അന്ന് രാത്രി ആ സ്ത്രീയുടെ മൃതദേഹം കണ്ടു എന്ന് അച്ഛനെ വന്ന് അറിയിച്ച പൈലിയെ അതറിയോ? ഇല്ല, കേട്ടിട്ടേ ഉള്ളൂ. അതും ഇങ്ങനെ വിഷയമുള്ളതുകൊണ്ട്. അയാളൊരു മോഷ്ടാവായിരുന്നു അറിവ്. കള്ളം കഴിഞ്ഞു അല്ലേ? അങ്ങനെയാ നാട്ടുകാരെ വിളിച്ചു കേട്ടത്. കേട്ടിടത്തോളം അയാൾക്ക് അച്ഛന്റെ കൊലപാതകത്തിൽ പങ്കുണ്ടാവാൻ സാധ്യതയുണ്ട് അല്ലെ ഫാദർ? എന്തോ അറിയില്ല. ആരെങ്കിലും അങ്ങനെ പറഞ്ഞു കേൾക്കുകയോ മറ്റോ? ഇതുവരെ ഉണ്ടായിട്ടില്ല. അച്ഛൻ നേരത്തെ കുറച്ചു കാലം പുതുപ്പള്ളി പള്ളിയിലുണ്ടായിരുന്നു അല്ലേ? ഞാനും ഉണ്ടായിരുന്നു 97 കാലത്ത്. എന്നെ സാർ അറിയൂ? എന്നെ അറിയൂ. അക്കാലത്ത് ഞാനവിടെ പ്രൊബേഷണറി SI ആയിരുന്നു. അന്നല്ലേ ഒരു കല്ലറ പൊളിക്കൽ കേസ് ഉണ്ടായത്? എന്താ ഓർമ്മയില്ലേ? പിന്നെ മറക്കാൻ പറ്റുമോ? എന്റെ സ്ഥലം മാറ്റത്തോടെ അല്ലേ അത് അവസാനിച്ചത്? അപ്പൊ അച്ഛൻ ഒരുപാട് അനുഭവങ്ങളുള്ള ആളാ അല്ലേ? അച്ഛനിവിടെ ചാർജ് എടുത്തതിന് ശേഷം കരുനാട്ടിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് കാണുകയോ മറ്റോ? ഇല്ല. ഇടവക്കാരെയൊക്കെ പരിചയപ്പെട്ട് വരുന്നതല്ലേ ഉള്ളൂ. ചിലരൊക്കെ വന്നിരുന്നു. ചില പ്രമാണിമാരെയൊക്കെ ഞാൻ പോയി കാണുകയും ചെയ്തു. പക്ഷേ കരുനാട്ടിൽ ആരെയും ഇതുവരെ കാണാൻ സാധിച്ചില്ല. എനിക്കേ ഫാദർ, തൽക്കാലം നിങ്ങൾ പോവാം. ഫാദറിന്റെ സഹായം ഇനിയും ഞങ്ങൾക്ക് വേണ്ടി വരും. ഷുവർ. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാം, വരാം. താങ്ക് യു. വെൽക്കം. ജോ